ബംഗ്ലാദേശിൽ വ്യോമസേനയുടെ വിമാനം പരിശീലന പറക്കലിനിടയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ് നിരവധി കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു ചൈനീസ് നിർമ്മിത വിമാനമെന്നും പറയപ്പെടുന്നു. എന്താണ് ഇത്തരത്തിൽ പറന്നു വീഴാനുള്ള കാരണം? എന്തെങ്കിലും സാങ്കേതിക തകരാറുകളാണോ? മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ? എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രദ്ധയോടെയാണ് ആ വാർത്ത കാണുന്നത്. കാരണം അതിൽ മരിച്ചത് 25ഓളം കുട്ടികളാണ്. കുട്ടികളും അതോടൊപ്പം തന്നെ 2 അധ്യാപകരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ 27ലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, കാരണം കുറച്ച് നാൾ മുൻപ് തന്നെ ഗുജറാത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ അപകടം അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ അപകടവും ഉണ്ടായത്. പക്ഷേ ഇത് വ്യോമസേനയുമായി ബന്ധപ്പെട്ട അവരുടെ യുദ്ധവിമാനമായിരുന്നു. പരിശീലന പറക്കലിനിടയിൽ ഈ സ്കൂളിന്റെ മുകളിലേക്ക് വീഴുകയും 27 പേർ മരിക്കുകയും അതിൽ 25 കുട്ടികളാണ്. നമുക്കറിയാം, ഈ അഹമ്മദാബാദിലും ഇത്തരത്തിൽ തന്നെയായിരുന്നു സംഭവം. അവിടെ ഒരു വിമാനം, അത് സഞ്ചാരികളുള്ള വിമാനമാണ്, അത് ഈ കെട്ടിടത്തിന് മുകളിൽ വീണ് അന്നും ഒരു ഹോസ്റ്റലിന് മുകളിലേക്കാണ് വീണത്. അന്ന് 300ലധികം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ആശങ്ക തീരും മുൻപായിരുന്നു നമ്മെ ലോകത്തിലുള്ളവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് സാങ്കേതിക തകരാർ കാരണമാണ് ഈ വിമാനം തകർന്നു വീണതെന്നാണ് പറയുന്നത്. ഈ ചൈനീസ് നിർമ്മിത ഒരു വിമാനമാണ് F-7 ആണ് പരിശീലന പറക്കലിനിടയിൽ വീണത്. എന്തായാലും ഇതിന്റെ സാങ്കേതിക തകരാറാണെന്ന് പറയുമ്പോഴും ഇതിന് പിന്നിലുള്ള എന്താണ് സംഭവമെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. അഹമ്മദാബാദ് സംഭവവുമായി തന്നെ നമുക്കറിയാമല്ലോ, അത് വലിയ രീതിയിൽ വഴിതിരിച്ചു വിടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ ശ്രമം നടത്തുന്നു. അമേരിക്ക പറയുന്നത് ഇത് പൈലറ്റിന്റെ പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. എന്ത് പൈലറ്റിന്റെ പ്രശ്നമാണെന്ന് അവർ പറഞ്ഞില്ല. ഈ പൈലറ്റിന് ഡിപ്രഷൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ആ വിമാനത്തിനെ കുറിച്ച്, അമേരിക്കൻ നിർമ്മിത ബോയിങ് വിമാനത്തിനെ കുറിച്ച് നിരന്തരം ഈ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇതിനു മുൻപ് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ജക്കാർത്തയിലും ഇത്തരത്തിൽ വിമാനം തകർന്നു വീഴുകയും അന്നും 200ലധികം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ ഒരു പൈലറ്റ് ഇന്ത്യക്കാരനായിരുന്നു. അന്നും ഈ ബോയിങ് വിമാനവും അമേരിക്കൻ മാധ്യമങ്ങളും പറഞ്ഞത് ഇത് ഇന്ത്യക്കാരന് വിമാന പരിശീലന കുറവുണ്ട്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാണ് ആ വിമാനം തകർന്നതെന്നാണ്. എല്ലാ കാലത്തും അമേരിക്ക ഇത്തരം വിമാന കമ്പനികളെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ചൈനയും നടത്തുന്നത്. ചൈന എന്തായാലും പറയുന്നത് ഇത് അവിടുത്തെ ഈ പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കുറവാണ്, അല്ലെങ്കിൽ പൈലറ്റിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് ഇവരുടെ പതിവ്. നമുക്കറിയാം, ഈ സമയം തന്നെ നാം സംസാരിക്കുമ്പോൾ തന്നെ ആകാശത്തിലൂടെ ചിലപ്പോൾ 1000ലധികം ബോയിങ് വിമാനങ്ങളായിരിക്കും പറക്കുന്നത്. ആ വിമാനം അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ സാമ്പത്തികം നൽകുന്നതാണ്. ആ ബോയിങ് വിമാനം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് വിമാനങ്ങളാണ് അവർ വിൽപ്പന നടത്തുന്നത്. അങ്ങനെ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട് ഇത്തരം വീഴ്ചകളും സാങ്കേതിക തകരാറുകളും ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ പിന്നീട് അതിന് മാർക്കറ്റിൽ വില കാണില്ല. അത് ഉദ്ദേശിച്ചാണ് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത്. കുറച്ച് നാൾ മുൻപായിരുന്നല്ലോ അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ്, അഹമ്മദാബാദിൽ സംഭവിച്ചത് ഇത് പൂർണ്ണമായി തന്നെ പൈലറ്റിന്റെ തെറ്റുകൊണ്ടാണ്, പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്തു. അതിനെന്താണ് തെളിവെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഇത് ശബ്ദരേഖയിൽ അവർ പുറത്തുവിടുന്നുണ്ട്. അതൊന്നുമല്ല, കാരണം അവർക്ക് പരമാവധി ഈ കമ്പനിയെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ഈ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികളാണ്. ആ പരാതികൾ പരിഹരിക്കുവാൻ ഈ കമ്പനി തയ്യാറാകുന്നില്ല. മറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായി തന്നെ ഇവരുടെ തലയിൽ, കാരണം പൈലറ്റിന്റെ തലയിൽ ചാർത്തുകയാണ് ഇപ്പോൾ പതിവായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇതൊരു ചൈനീസ് നിർമ്മിത ജെറ്റ് വിമാനമാണ് ബംഗ്ലാദേശിൽ വന്നത്. കുറച്ച് നാളുകളായി തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന അവിടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അവർ പോയതിനു ശേഷം മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷം വലിയ രീതിയിൽ തന്നെ ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പലതവണ പറയുകയാണ്, ചില ഇന്ത്യയിലെ ഭാഗങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളാണെന്നും അത് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അവസാന ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് അവിടെ നിന്നും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള അനാവശ്യമായ വിവാദങ്ങൾ പലതവണ അവർ പറയുകയാണ്. അങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ചൈനീസ് വിമാനം എന്തിനാണ് അവിടെ എത്തിയതെന്നും അത് എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചതെന്നും രീതിയിലുള്ള ആശങ്ക ഇന്ത്യക്കാരെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പൂർണ്ണമായി തന്നെ ആയുധം നൽകി സഹായിക്കുന്നതും മറ്റ് സൈനിക സഹായങ്ങൾ നൽകുന്നതും തുർക്കിയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളാണ്. ആ 2 രാജ്യങ്ങൾ ഇന്ത്യക്ക് എല്ലാ കാലത്തും തലവേദനയായി മാറുന്നതാണ്. അതിലൊരു രാജ്യത്തിന്റെ വിമാനമാണ് ഈ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്.
ഈ മുഹമ്മദ് യൂനിസ് അദ്ദേഹം അധികാരമേറ്റതിന് പിന്നാലെ ആദ്യം സന്ദർശിച്ചത് ചൈനയാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു നീക്കമായിരുന്നു ആ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം. പക്ഷെ ഇപ്പോൾ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപ് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സാമ്പത്തികം വെട്ടിച്ചുരുക്കുന്നു. പക്ഷെ ചൈന ഒരു കാലത്തും ഇത്തരം രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളെ തങ്ങളുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ശ്രീലങ്ക ആയാലും മാലിദ്വീപ് ആയാലും നേപ്പാൾ ആയാലും ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ ആയാലും ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും അവരെ ഇന്ത്യക്കെതിരെ തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. ശ്രീലങ്കയിൽ അത്തരത്തിലായിരുന്നു. ശ്രീലങ്ക ഒരു കാലത്ത് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെയായിരുന്നു മാലിദ്വീപ് ഒരു കാലത്ത് ഇന്ത്യൻ സൈനികർ തന്നെ അവിടെ 100-ലധികം ഇന്ത്യൻ സൈനികർ തന്നെ താവളമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നും ഈ ഇടക്കാലത്തായിരുന്നു അവർ ഇന്ത്യക്കെതിരെ തിരിയുകയും പിന്നീട് നമുക്കറിയാം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന രീതിയിലുള്ള നരേന്ദ്രമോദി പിന്നീട് ലക്ഷദ്വീപിലേക്ക് പോകുന്നു. ലക്ഷദ്വീപിൽ പോയി അവിടെ ടൂറിസം വളർത്തുമ്പോൾ, ആ പ്രദേശത്ത് ടൂറിസം വളരുമ്പോൾ പൂർണ്ണമായി തന്നെ ടൂറിസം തകരുന്നത് മാലിദ്വീപിലെയാണ്. അങ്ങനെ ഇന്ത്യയുടെ നീക്കങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി അവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാവ സർക്കാരാണുള്ളത്. ആ പാവ സർക്കാർ ഉള്ളപ്പോൾ അവരെ നിയന്ത്രിക്കുക എന്നത് ചൈനയുടെ ലക്ഷ്യമാണ്. അവരെ നിയന്ത്രിച്ച് ഈ മറ്റു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പെഹൽഗാമുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. പാകിസ്ഥാൻ എന്നൊരു ഭീകരവാദ രാജ്യം അവിടെ തീവ്രവാദിയെ ഇങ്ങോട്ട് കയറ്റിവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിന് സമാനമായൊരു നീക്കം തന്നെയാണ് ബംഗ്ലാദേശും ഉണ്ടാകുന്നത്. ബംഗ്ലാദേശി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിലേക്ക് കുടിയേറുകയും പ്രത്യേകിച്ച് ആസാം അഥവാ ബംഗാൾ, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുകയും അവിടെ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുകയാണ്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ. അതായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ചർച്ചയാകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക വിവാദമുണ്ടല്ലോ. ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ഈ ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശ് അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുകയും ഇന്ത്യയുടെ ജനാധിപത്യത്തെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറുന്ന ഒരു രാജ്യവുമായി മാറിയിരിക്കുകയാണ്. ആ രാജ്യമാണ് ഇപ്പോൾ ഈ ചൈനയുമായി സൈനികപരമായി അടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നത്. അവിടുത്തെ ഈ മുഹമ്മദ് യൂനിസിന്റെ തന്നെ ഒരു വലങ്കയ്യായ ഒരു നേതാവ് ഇടക്കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊൽക്കത്ത പിടിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ വിമാനങ്ങളുണ്ട്, ആ 40-ലധികം വിമാനങ്ങൾ ഉപയോഗിച്ച് ആ 40 വിമാനങ്ങളൊന്നും വേണ്ട, 4 വിമാനങ്ങൾ മാത്രം മതി ഈ കൊൽക്കത്ത ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ടത്തനം കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സൈനിക ശക്തി എന്തെന്ന് ലോകത്തെ തെളിയിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഇത്തരം പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? കാരണം പരിശീലന പറക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ സ്കൂൾ കെട്ടിടങ്ങൾ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ അങ്ങനെ അനുവദനീയമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കൂടുതലും തീരദേശ പ്രദേശങ്ങൾ മുൻനിർത്തിയാണ് വ്യോമസേനയുടെ വിമാനങ്ങളൊക്കെ പറന്നു വരുന്നത്. നമുക്കറിയാം ഈ ഇടയ്ക്ക് ബ്രിട്ടീഷ് വിമാനമൊക്കെ തിരുവനന്തപുരത്ത് വന്നത് നമ്മൾ ഇന്നലെ അതിനെ പറഞ്ഞയച്ചു. അപ്പോൾ ഇത്തരത്തിൽ പരിശീലന പറക്കൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അന്വേഷണങ്ങൾ മുൻപോട്ട് പോകുക തന്നെ ചെയ്യുമായിരിക്കും അല്ലേ? അല്ല, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ കുഞ്ഞു മക്കളാണ് ഇത് മരണപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തണമെന്ന്, എന്തിനാണ് ഈ വിമാനം ബംഗ്ലാദേശിൽ എത്തിയതെന്നും ഇത്തരം അനുവാദമില്ലാതെ എങ്ങനെ ഈ സ്കൂളിന് മുകളിലൂടെ പറന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് അവിടെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എല്ലാം വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്ര പ്രക്ഷോഭം സംഘടിപ്പിച്ചാലും അവിടെ ഒരു ജനാധിപത്യ ഭരണമല്ല നിലവിൽ നടക്കുന്നത്. അവിടെ ഒരു മതഭരണമാണ്. മുഹമ്മദ് യൂനിസുമായി ബന്ധപ്പെട്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ മതഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യമായ ഒരു അന്വേഷണം നടക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ, അത് വലിയ ഗുണനിലവാരമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ പല ആയുധങ്ങളും ഉപയോഗിച്ച് ലാസ്റ്റ് ഇന്ത്യക്കാണ് അത് തലവേദനയായി മാറുന്നത്. ഈ രാജസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഈ പൊട്ടാതെ കിടക്കുന്ന മിസൈലുകൾ അവസാനം പൊട്ടിച്ചു തീർക്കുക എന്നതായിരുന്നു 2 ദിവസം ഇന്ത്യൻ സൈനികരുടെ പണിയായി ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്ത്യയും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ട് ചൈനീസ് വിമാനം ഈ ബംഗ്ലാദേശിൽ എത്തിയതെന്നതും അന്വേഷണവുമായി ചിലപ്പോൾ അത് അന്വേഷിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.